പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനവിസ്മയം 15-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ തിരു അവതാരത്തെക്കുറിച്ച് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാണ് നാളെ നവംബർ 24. അതിനാൽ നാളെ മുതലുള്ള ഒരു മാസക്കാലം 2024 നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിനായുള്ള ഒരുക്കവും 2025 പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കവും ആരംഭിക്കുകയാണ് നാം. നല്ല ഒരുക്കത്തോടെ കർത്താവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ അനുഗ്രഹീത കാലയളവിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിനെ അനുസ്മരിക്കുന്ന ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം ലൂക്ക 1:26 മുതൽ 38 വരെ, ലേഖനം ഗലാത്യർ 4:1 മുതൽ 7 വരെ. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെ മുൻകൂട്ടി അറിയിക്കുന്ന പഴയ നിയമഭാഗങ്ങൾ ഉൽപ്പത്തി 3:8 മുതൽ 15 വരെ, 2 സാമുവേൽ 7:8 മുതൽ 17 വരെ, സക്കറിയ 2:10 മുതൽ 13 വരെ. ഉൽപ്പത്തി 3:8 മുതൽ 15 വരെ. പ്രഥമ സദ്വാർത്ത എന്നറിയപ്പെടുന്ന ഈ തിരുവചന ഭാഗം മനുഷ്യ അവതാരത്തിന്റെ മുൻ സൂചനയാണ്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു എന്ന ആദ്യവാചകം മനുഷ്യന്റെ പക്കലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമാണ് നൽകുന്നത്. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിന്റെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. കാരണം അവർ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിനെതിരെ തിന്മ ചെയ്തു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? പാപിയെ പേരു ചൊല്ലി വിളിച്ചുകൊണ്ട് തേടിയെത്തുന്ന ദൈവത്തിന്റെ ചിത്രം മനുഷ്യ അവതാരത്തിൽ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നു. പാപഭാരത്താൽ ഭയന്നൊളിച്ച മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? സ്വന്തം കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കേണ്ട മനുഷ്യൻ മറ്റുള്ളവരെ പഴിചാരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് ശിക്ഷാവിധിക്ക് കാരണമായി. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ സർപ്പത്തെയും പഴിചാരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. സ്വന്തം തെറ്റിന്റെ ഉത്തരവാദിത്വം മറ്റാരിലേക്കും ചുമത്താനാകില്ല. സ്വന്തം വീഴ്ചകൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പരമകാരുണികനായ ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയാണ് അഭികാമ്യം. ദൈവത്തിന്റെ അന്തിമമായ വാക്ക് ശിക്ഷയല്ല, രക്ഷയാണ്. ദൈവത്തിന്റെ ശിക്ഷാവിധിക്കിടയിലുള്ള രക്ഷാ വാഗ്ദാനമാണ് ഉൽപ്പത്തി 3:15 വ്യക്തമാക്കുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മക്കളെ അഥവാ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. തിന്മയെ കീഴടക്കുക മനുഷ്യന്റെ ധർമ്മമാണ്. എങ്കിലും തിന്മയുടെ തല തകർക്കുന്നതിന് മനുഷ്യ മക്കൾക്ക് സ്വയമേവ സാധ്യമല്ലെന്നതാണ് സത്യം. സർപ്പത്തിന്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവിന്റെ കുരിശിലെ യാഗമാണ് സർപ്പത്തിന്റെ തല തകർത്തത്. ഈ യാഗം പാപത്താൽ വീണുപോയ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. നമ്മുടെ അനുദിന ജീവിതത്തിലെ പലവിധമായ വീഴ്ചകളുടെ സന്ദർഭങ്ങളിൽ ഇപ്രകാരം നീ എവിടെയാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മെ തേടി വരുന്ന ദൈവസ്വരത്തിന് നമുക്ക് കാതോർക്കാം. മാത്രമല്ല പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറാതെ അനുതാപപൂർവ്വം സ്വന്തം തെറ്റ് അംഗീകരിച്ചേറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. സ്വജീവിതത്തെ നന്നായി ശോധന ചെയ്ത് ശരിയായ അനുതാപത്തോടെ വന്നുപോയ വീഴ്ചകളും ഉപേക്ഷിച്ച ഉത്തരവാദിത്വങ്ങളും നന്മ പ്രവൃത്തികളിൽ വന്നുപോയ കുറവുകളും ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ കർത്താവിന്റെ മനുഷ്യ അവതാരത്തിനായി നമുക്ക് ഒരുങ്ങാം. 2 സാമുവേൽ 7:8 മുതൽ 17 വരെ. കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ ആഗ്രഹിച്ച ദാവീദിനോട് നാഥാൻ വഴി ദൈവം തന്റെ തിരുഹിതം അറിയിച്ച് ഉടമ്പടി വാഗ്ദാനം അറിയിക്കുന്നതാണ് ഈ തിരുവചന ഭാഗം. ഇവിടെ ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് സോളമൻ പണിത ദേവാലയവും സോളമന്റെ സിംഹാസനവുമാണെന്ന് വാച്യാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ തോന്നും. എന്നാൽ
തിരുവചനത്തിന്റെ അന്തരാർത്ഥം ഗ്രഹിക്കുമ്പോൾ നിന്റെ ഔരസപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നും അവൻ എനിക്ക് ആലയം പണിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയാകുന്ന ആലയമാണെന്നും വ്യക്തമാകും. കാരണം അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്ന തിരുവചനം യേശുവിലാണല്ലോ അന്വർത്ഥമാകുന്നത്. ലൂക്ക 1:32-33 മറിയത്തോടുള്ള മംഗളവാർത്തയിൽ ദൈവദൂതൻ ഇത് വെളിപ്പെടുത്തുന്നുമുണ്ട്. മാത്രമല്ല, ആലയം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം കെട്ടിടത്തെ സൂചിപ്പിക്കുന്ന പദമല്ല. സഭാ സമൂഹത്തിലും മനുഷ്യ ഹൃദയങ്ങളിലുമാണ് ദൈവത്തിന്റെ രാജസിംഹാസനം സ്ഥിരപ്പെടുത്തേണ്ടത്. സക്കറിയ 2:10-13 വരെ. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സക്കറിയ പ്രവാചകനിലൂടെ ദൈവം നൽകിയ ഈ മുന്നറിയിപ്പിൽ സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കുമെന്ന തിരുവചനം യേശു ക്രിസ്തുവിൽ മനുഷ്യന് കരഗതമാകുന്ന ദൈവ സാന്നിധ്യത്തിന്റെയും രക്ഷയുടെയും ആനന്ദവും ആഹ്ലാദവുമാണ് വ്യക്തമാക്കുന്നത്. മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. ഗലാത്യർ 4:4-7 വരെയുള്ള വാക്യങ്ങൾ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നാം മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നും സ്ലീഹ പറയുന്നു. ലൂക്ക 1:26-38 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദൈവമാതാവിനോടുള്ള അറിയിപ്പാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്നത്. മാലാഖ തുടർന്നു, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളുമാണ് മറിയം. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഈ വാക്യങ്ങൾ മറിയത്തിൽ ജനിക്കാനിരിക്കുന്ന ശിശു ആരായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. അവൻ ദാവീദിന്റെ ഗോത്രജനായിരിക്കും. ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനം 1 ദിനവൃത്താന്തം 17:11-15 വരെ, 2 സാമുവേൽ 7:12-17 വരെ. ഈ തിരുവചനം അവനിൽ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുമെന്ന് ദൈവദൂതൻ മറിയത്തിന് ഉറപ്പ് നൽകി. ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? മറിയം ദൂതന്റെ വാക്കുകൾ അവിശ്വസിക്കുകയായിരുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവളുടെ സംശയം ദൈവത്തിരുമുമ്പിൽ തുറന്നു വച്ചു എന്ന് മാത്രം. മറിയത്തിന്റെ സംശയത്തിന് മാലാഖ നൽകുന്ന മറുപടിയിലൂടെ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് മറിയം സമർപ്പിച്ച നിമിഷം മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യയുക്തിക്ക് അതീതമായ ഒരു രഹസ്യം അവളെ ആവരണം ചെയ്തു. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ ആവസിച്ചു. വചനം അവളിൽ മാംസം ധരിച്ചു. അവൾ കൃപ നിറഞ്ഞവളും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളുമായി. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവ് ലക്ഷ്യം വെച്ചതും മനുഷ്യന്റെ പാപം മൂലം നഷ്ടപ്പെടുത്തിയതുമായ ജീവന്റെ സമൃദ്ധി മനുഷ്യന് കരഗതമാകുന്നതിന് മറിയത്തിന്റെ സഹകരണത്തിലൂടെ ഇടയായി. ഈ ദിവസത്തെ വായനകൾ നാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാൻ പരിശ്രമിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മുടെ നിരന്തര ധ്യാനത്തിനായി നൽകുന്നത്. 1, ദൈവപിതാവ് നമുക്കായി പണിത ദേവാലയമായ ദൈവപുത്രനിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ നാം ചെയ്യേണ്ടത് സ്വഹൃദയമാകുന്ന ദേവാലയത്തിൽ വചനം സ്വീകരിച്ച് നിരന്തരം ധ്യാനിക്കണം. 2, പരിശുദ്ധ അമ്മയെപ്പോലെ വചനം സ്വീകരിക്കുന്നവരിൽ അത്യുന്നതന്റെ ശക്തി ആവസിക്കുകയും വചനം മാംസം ധരിക്കുകയും രക്ഷകനെ ലോകത്തിന് നൽകാൻ ഇടവരുകയും ചെയ്യും. 3, മനുഷ്യ ചരിത്രത്തെ രക്ഷാചരിത്രമാക്കാൻ ദൈവത്തോട് സഹകരിച്ച
സക്കറിയ, എലിസബത്ത്, സ്നാപക യോഹന്നാൻ, പരിശുദ്ധ മറിയം, ഔസേപ്പിതാവ്, പഴയ നിയമത്തിലെ അനേകം വ്യക്തികൾ എന്നിവരെക്കുറിച്ച് ധ്യാനിക്കുകയും അവരെപ്പോലെ രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ പങ്കുകാരാകാനായി ആഗ്രഹിച്ച് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.